أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഫത്തഹുൽ ഖയ്യൂം ക്ലാസ് 10, 10ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഒരു പഠിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, മര്യാദകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ഉസ്താദുമായി പഠിപ്പിക്കുന്ന ഉസ്താദുമാരോടുള്ള ചില മര്യാദകളാണ് പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅക്രിമിൽ ഉസ്താദ ദൽ ഇർഷാദി വഖൈറ ആബാഇൽ ലികുല്ലി ഷാദി വഖ്ദിം ലഹു ഫൽഇഖ്തിബാസു റിഖുൻ വഇൻ തകുൻ കതിബിരി വഹുവൽ വാരിഖു واستافد وإن يكن بقالا وانظر إلى المقال لا من قالا. وأكرم നീ നല്ലോണം ബഹുമാനിച്ചോ അൽ ഉസ്താദ ഇൽമ് പറഞ്ഞു തരുന്നതായ ഗുരുനാഥനെ, ഉസ്താദിനെ, ദൽ ഇർഷാദി നേരായ മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് ചേർക്കുന്നതായ ഉസ്താദ്, നല്ല വഴികാട്ടിയായ ഉസ്താദ്, ആ ഉസ്താദിനെ നീ നല്ലവണ്ണം ബഹുമാനിച്ചോ. വഖൈറ ആബാഇൻ പിതാക്കളിൽ നിന്ന് നല്ല പിതാവ്, പിതാക്കളിൽ നിന്ന് നല്ല പിതാവ്. ഉസ്താദുമാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും ബാപ്പയുമാണ്. ആത്മീയമായ ബന്ധമുള്ളവരാണ്. ശാരീരികമായ ബന്ധമല്ലാതെ ആത്മീയമായ ബന്ധം ഉള്ള ആളുകളാണ് നമുക്ക് ഉസ്താദുമാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖൈറായ അബാ, നല്ല പിതാക്കന്മാർ, ലികുല്ലി ഷാദിൻ ഇൽമു പഠിക്കുന്ന ഏതൊരുത്തനും നേരായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ വഴികാട്ടുന്നതായ ഉസ്താദുമാരാണ് അവരുടെ ആത്മീയ പിതാക്കൾ. അങ്ങനത്തെ എല്ലാ ആളുകൾക്കും വഴികാട്ടിയായ ആ ഉസ്താദിനെ നീ നല്ലവണ്ണം ബഹുമാനിച്ചോ. വഖ്ദിം ലഹു ഫൽഇഖ്തിബാസു റിഖുൻ. വഖ്ദിം ലഹു നിനക്ക് ഇൽമു പറഞ്ഞു തരുന്ന ഉസ്താദിനെ നീ നല്ലോണം ഖിദ്മത്ത് ചെയ്തോ. ഉസ്താദിന് വേണ്ട എല്ലാ കാര്യങ്ങളും നീ കണ്ടറിഞ്ഞ് നോക്കിക്കണ്ട് മനസ്സിലാക്കി ആവശ്യമുള്ള സമയത്ത് നീ എത്തിച്ചു കൊടുത്തോ, ഖിദ്മത്ത് ചെയ്തോ. ഫൽഇഖ്തിബാസു കാരണം മറ്റുള്ള ആളിൽ നിന്ന് ഇൽമു പഠിക്കുക എന്നുള്ളത് റിഖുൻ അടിമത്വമാണ്. അപ്പോൾ ഒരു അടിമത്വമാണ്. എന്ത്? ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു അടിമയാണ്. അടിമ ഉടമക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അടിമയും ഉടമയും പോലെയാണ് ആര്? ഉസ്താദും പഠിക്കുന്ന വിദ്യാർത്ഥിയും. അപ്പോൾ ആ ഉസ്താദിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതൊക്കെ ഇൽമു പഠിക്കുന്നതിൻ്റെ മര്യാദകളാണ്. അതൊക്കെ ചെയ്താൽ ആ ഉസ്താദിൻ്റെ ഒരു കുരുത്തവും പൊരുത്തവും ഒരു പ്രത്യേക ഒരു നോട്ടവും നമ്മളിലേക്കുണ്ടാകും. വഇൻ തകുൻ വിദ്യാർത്ഥി നീ ആയാലും ശരി, കത്തിബിരി സ്വർണ്ണക്കട്ട ആയാലും ശരി, വഹുവ ഉസ്താദ് അൽ വരിഖു വള്ളിയാണ്. അപ്പോ പഠിക്കുന്ന വിദ്യാർത്ഥി നല്ല സമ്പന്നനോ നല്ല തറവാട്ടുകാരനോ അതല്ലെങ്കിൽ പേരും പ്രശസ്തിയുള്ള ആളാണോ, അത് ആണെങ്കിലും ശരി, ഉസ്താദ് അതിൽ നിന്ന് താഴ്ന്ന ഒരാളാണെങ്കിലും ശരി, വിദ്യാർത്ഥി എന്ന നിലക്ക് ഉസ്താദിന് എന്ത് വേണം? ബഹുമാനിക്കണം. ഇൽമു പറഞ്ഞു തരുന്ന ഉസ്താദ് എന്ന നിലക്ക് ആ ഉസ്താദിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ആ ഉസ്താദിന് വേണ്ട ഖിദ്മത്ത് ചെയ്യണം. പഠിക്കുന്ന വിദ്യാർത്ഥി എത്ര വലിയ സമ്പന്നനാണെങ്കിലും ശരി, ഏറ്റവും വലിയ തറവാട്ടുകാരനാണെങ്കിലും ശരി, അതിനിവിടെ പ്രസക്തിയില്ല.
പിന്നെയോ വസ്തഫിദ് ഇനിയക്കുൻ ബക്കാല വൻദുർ ഇലൽ മഖാലി ലാമൻ ഖാല. വസ്തഫിദ്, നീ നല്ലവണ്ണം പഠിച്ചുകൊണ്ടേയിരുന്നോ. വയ്യക്കുൻ, ആ ഉസ്താദാണെങ്കിലും ശരി, ബക്കാല, ഒരു ബക്കാല കച്ചവടക്കാരൻ, ഒരു കച്ചവടക്കാരനാണെങ്കിലും ശരി, അതല്ലെങ്കിൽ കച്ചവടക്കാരൻ, അതല്ലെങ്കിൽ താന്ന, എന്നും ആകട്ടെ, ഏത് രൂപത്തിലുള്ള ആളാണെങ്കിലും ശരി, ആ ഇൽമു പറഞ്ഞു തരുന്ന ഉസ്താദിൽ നിന്ന് നീ പഠിച്ചുകൊണ്ടേയിരുന്നു. വൻദുർ ഇലൽ മഖാലി, ആ ഉസ്താദ് പറഞ്ഞു തരുന്ന വിഷയങ്ങള്, ഇൽമ്, അതിലേക്കാണ് നീ നോക്കേണ്ടത്. വൻദുർ, നീ നോക്കിക്കോ, ഇലൽ മഖാലി, ആ ഉസ്താദ് പറഞ്ഞു തരുന്ന ഇൽമിലേക്ക് നീ നോക്കിക്കോ. ലാമൻ ഖാല, ഉസ്താദ് പറയുന്നതിലേക്ക് നോക്കണ്ട, ഉസ്താദിലേക്ക് നോക്കണ്ട. ഉസ്താദ് ചിലപ്പോൾ പക്കാല കച്ചവടക്കാരനായിരിക്കും, അതല്ലെങ്കിൽ താന്ന കുലത്തിൽപ്പെട്ട ആളായിരിക്കും, തറവാട്ട് മഹിമ ഇല്ലാത്ത ആളായിരിക്കും. എന്തിരുന്നാലും വേണ്ടില്ല, ഉസ്താദിലേക്ക് നീ നോക്കണ്ട, ഉസ്താദ് പറഞ്ഞു തരുന്ന ഇൽമിലേക്കാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉസ്താദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഉസ്താദുമാരോട് നല്ലോണം ബഹുമാനമുണ്ടാകണം. ഉസ്താദുമാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, അവരുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ മുമ്പിൽ ചിരിക്കുന്നത്, ഉസ്താദിൻ്റെ മുമ്പിൽ അമിതമായ രീതിയിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത്, അതെല്ലാം അദബ് കേടാണ്. അപ്പോൾ ഒരു അദബുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആവേണ്ടത് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതാണ് ഈ 3